സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കെമിസ്ട്രിയാണ്. സെറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഗ്രീൻ കെമിസ്ട്രിയിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത് കുറച്ച് ഭാഗം മാത്രം നമുക്ക് മെയിൻലി നോക്കിയാൽ മതി. അത് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, അത് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്രീൻ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതിന്റെ പ്രിൻസിപ്പിൾസ്. വി കാണ്ട് അവോയ്ഡ് ദീസ് തിങ്സ് ബിക്കോസ് പ്രിൻസിപ്പിൾസ് അറിയല് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻ കെമിസ്ട്രിയിലെ പ്രിൻസിപ്പിൾ അല്ലാത്ത ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രിൻസിപ്പിൾസ് അറിഞ്ഞു വെക്കുക. വി ഡോണ്ട് നീഡ് ടു ലേൺ ബൈ ഹാർട്ട്, ബട്ട് വി ഹാവ് ടു റീഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഡിസ്കവർ ചെയ്തത് പോൾ ടിയും ജോൺ സി വാരിയർ ആണ്. ഇത് ചോദിക്കൊന്നുമില്ല, ബട്ട് വി ഹാവ് ടു നോ ദിസ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ദി തിങ്സ്, ദീസ് ബേസിക് തിങ്സ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് വേസ്റ്റ് പ്രിവെൻഷൻ. വാട്ട് ഈസ് ദ വേസ്റ്റ് പ്രിവെൻഷൻ? വേസ്റ്റ് പ്രിവെൻഷൻ ഈസ് നത്തിങ് ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റ് പ്രിവെന്റ് ചെയ്യുക, ഒഴിവാക്കുക. വേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, കുറക്കുക എന്നുള്ളതാണ്. വേസ്റ്റ് കുറക്കുകയല്ല, അത് പാടെ ഒഴിവാക്കുക. വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എസ്പെഷ്യലി നമ്മൾ പി ജിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഈ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഗാനിക്കിലൊക്കെ. അപ്പൊ ഒരുപാട് വേസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുക, ഇല്ലാണ്ടാക്കുക. അതില്ലാത്ത റിയാക്ഷൻസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് വേസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആറ്റം എക്കണോമി ഹൈ ആക്കുക. വാട്ട് ഈസ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്? ആറ്റം എക്കണോമി എന്ന് പറഞ്ഞാൽ റിയാക്ടൻസ് കംപ്ലീറ്റ്ലി എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, അവിടെ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല, അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല. കംപ്ലീറ്റ്ലി നമുക്കൊരു പ്രൊഡക്റ്റ്, നമുക്ക് ആവശ്യമുള്ള ആ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ആ ഒരു പിന്നെ അതിലൊരു വേസ്റ്റോ അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റ് എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അത് ഒഴിവാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയോണ്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനോട് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ആറ്റം എക്കണോമി ഹൈ ആക്കുക എന്ന് പറയുന്നത്. റിയാക്ടൻസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. ആറ്റം എക്കണോമിയിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജാനുവരി 2025 സെറ്റ് എക്സാമിൽ നിന്ന് ഇതിൽ നിന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്താണ് മിനിമൈസേഷൻ ഓഫ് ദി യൂസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദി ഹസാർഡ്നസ് ആൻഡ് ടോക്സിക് കെമിക്കൽസ്. അതെന്ന് പറഞ്ഞാല് ഒരു ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള മിനിമൈസ് ചെയ്യുക. അത് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറക്കുക. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലുള്ള റിയാക്ടൻസും പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവരാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്നത്. അതിൽ മെയിൻലി പറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് NaOCl-ഉം NH3. NaOCl-ഉം NH3 നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയ കിട്ടും. അപ്പൊ അമോണിയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ NaOCl-ഉം NH3 നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, അമോണിയ കിട്ടും, പ്ലസ് വാട്ടർ കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഹസാർഡ് ആണ്. ഹൈലി ഹസാർഡ് എന്ന അത് എൻവയോൺമെന്റിന് ഭയങ്കര ഹസാർഡ്നെസ് ആയിട്ടുള്ള ഒരു റിയാക്ടന്റ് ആണ് NaOCl എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അമോണിയ ഉണ്ട്, ബട്ട് NaOCl എന്ന് പറഞ്ഞാൽ ഹൈലി ഹസാർഡ് ആണ്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തുണ്ടാകുന്നത് പറഞ്ഞാൽ ഹൈലി ഹസാർഡ്നെസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഹൈലി ഹസാർഡ്നെസ് ആണ്. അങ്ങനെ അമോണിയ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, H2O2 NH3 ഉപയോഗിച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അമോണിയ ഉണ്ടാക്കാം. അതാണ് മിനിമൈസേഷൻ ഓഫ് ദി യൂസ്. ഈ ഹസാർഡ്നെസ് ആയിട്ടുള്ള ടോക്സിക് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ അമോണിയ അല്ല, യൂറിയ. ഇത് യൂറിയ ആണല്ലോ. ഈ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് H2O2 NH3 ഉപയോഗിക്കുന്നത്, റദർ ദാൻ യൂസിങ് ദീസ് റിയാക്ടൻസ്. ഈ റിയാക്ടന്റ് ആയിട്ടുള്ള NaOCl ഉപയോഗിക്കുന്നതിൽ നല്ല H2O2 ആണ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, ബെറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഹസാർഡാണ്. അപ്പൊ ഇതിന്റെ മിനിമൈസേഷനും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറൊരു മെത്തേഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്താ ഗ്രീൻ കെമിസ്ട്രി എന്നുള്ള ഒരു അത് ഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക് നമ്മൾ എൻവയോൺമെന്റിന് പറ്റിയ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങളൊക്കെ റിയാക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ദ സേഫർ പ്രൊഡക്റ്റ്. ഒന്നുമില്ല, നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റ് സേഫർ ആയിരിക്കണം. അത് എൻവയോൺമെന്റിന് ദോഷകരമായിട്ടുള്ള രീതിയിലല്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ അത് നമുക്കൊരു നമ്മളെ ബോഡിക്ക് ഒരു ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഒരു ഹസാർഡ്, എന്താ പറയാ, എൻവയോൺമെന്റിന് അത് നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റിന് പകരം എൻവയോൺമെന്റിനും കൂടി പറ്റിയ രീതിയിലുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, സേഫർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് യൂസിങ് ദ സേഫർ ഓക്സിലറീസ്. വാട്ട് ഈസ് ദാറ്റ് മീൻ ബൈ?
സിമ്പിൾ ആണ്. യൂസ് ദ സോൾവെന്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോൾവെന്റ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു സോൾവെന്റ് മതി. എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിനും കൂടി പറ്റിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോൾവെന്റ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെന്ന് പറയുക, സേഫർ ആയിട്ടുള്ള ഓക്സിലറീസ് എന്ന് പറയുന്നത്. യൂസ് ഓഫ് ദ സേഫർ ഓക്സിലറീസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്നാണ്. ഇതിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ദ എനർജി എഫിഷ്യൻസി. അതായത് ഫോർ എക്സാമ്പിൾ മൈക്രോവേവ് ആയിട്ടുള്ള റേഡിയേഷൻ. മൈക്രോവേവ് റേഡിയേഷൻ ആണ് ഒരു എനർജി എഫിഷ്യൻസി ആയിട്ടുള്ള. മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റിയാക്ടറിന്റെ അടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിലോട്ട് എത്താം. അല്ലാണ്ട് വേറൊരു അതിന് പറ്റാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷൻസ് കൊണ്ടുവരാണ്ട് കുറച്ചും കൂടിയും എനർജി സേവ് ചെയ്യുന്ന രൂപത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനർജി സേവ് ചെയ്യുന്ന രൂപത്തിലുള്ള റിയാക്ഷൻസ് കൊണ്ടുവരിക. ഇപ്പോൾ ഈ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നത് എങ്ങനെയായിരിക്കണം, എന്ത് യൂസ് ചെയ്ത്, എനർജി സേവ് ചെയ്യുന്ന മൈക്രോവേവ് റേഡിയേഷൻ പോലുള്ള, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ആയിട്ടുള്ള റേഡിയേഷൻ പോലുള്ള കുറച്ചുകൂടി ബെറ്റർ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഏഴാമത്തെ പ്രിൻസിപ്പിൾ ആണ് റോ മെറ്റീരിയൽ, റിന്യൂവബിൾ ആയിട്ടുള്ള പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ നടത്തി, ആ റിയാക്ഷൻ നടത്തിയിട്ട് ആ റിയാക്ടന്റ് നമുക്ക് പ്രൊഡക്റ്റ് തന്നു. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടി. ഫോർ എക്സാമ്പിൾ നമുക്ക് അതിന് H2O2 എന്നുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടി. നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു പി എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടി. ഈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ബാക്കി ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള H2O2 H2O വാട്ടർ നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കാം. അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ എട്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഷോർട്ടർ റൂട്ട്സ് കൊണ്ടുവരിക. അതായത് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. കുറേ റൂട്ടുകളൊക്കെ വെച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ PGക്ക് ഏറ്റവും കൂടുതൽ ചെയ്ത പ്രിപ്പറേഷന് വന്നിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഹൈ ആണ്. അത് ഏകദേശം PG ചെയ്ത് എല്ലാവർക്കും അറിയാം. ബെൻസീൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു ഹസാർഡ്നെസ്, H2S ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിൽ നിന്നുണ്ടാകുന്ന ഈ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ വേസ്റ്റിലോട്ട് തട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മളെ എൻവയോൺമെന്റിന് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അങ്ങനെയുള്ള കുറേ റൂട്ടുകൾ ഉപയോഗിക്കാണ്ട് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, ഫോർ എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ആവശ്യമില്ല, എന്നുള്ളത് പ്രൊഡക്റ്റ് ഒറ്റ രീതിയിൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്ന റിയാക്ടറിന് ഒറ്റ രീതിയിൽ പ്രൊഡക്റ്റ് ആയി മാറുന്ന രീതിയിലുള്ള റൂട്ട്സുകൾ ഉപയോഗിക്കുക. അതായത് എക്സ് ആയിട്ട് പിന്നെ പി ആയിട്ട് പോകുന്നത്, പിന്നെ പ്രൊഡക്റ്റ് കിട്ടുന്നതിൽ എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഷോർട്ടർ റൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ അത്രയും നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കുറയും. പിന്നെ യൂസ് ഓഫ് ദി കാറ്റലിറ്റിക് ആയിട്ടുള്ള റിയേജൻസ് ഉപയോഗിക്കുക. പിന്നെ റിയൽ ടൈം പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്യുക. സേഫർ കെമിസ്ട്രി ഫോർ ദി ആക്സിഡന്റ് പ്രിവെൻഷൻ, അതായത് ആക്സിഡന്റ് കുറക്കുന്ന രീതിയിലുള്ള സേഫർ ആയിട്ടുള്ള കെമിസ്ട്രി ആയിരിക്കണം നമുക്ക്, കെമിസ്ട്രി എന്നാണ് കെമിക്കൽ റിയാക്ഷൻസ് ആയിരിക്കണം നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് ഇതിലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് പഠിക്കുന്നതിൽ നല്ലത്. ഒന്ന് മനസ്സിലാക്കി പോവുക. ഗ്രീൻ കെമിസ്ട്രിയിലെ പ്രിൻസിപ്പിൾ വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, മനസ്സിലാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി. ഇതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പെർസെൻറ്റേജ് ഓഫ് ദി ആറ്റം എക്കണോമി കാണാൻ വേണ്ടിയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, മോളാർ റേഷ്യോ അല്ല, അല്ലെങ്കിൽ മോളാർ മാസ് ആണ് ശരിക്കും കേട്ടോ. മോളാർ മാസ് ഓഫ് ദി ഡിസൈർഡ് പ്രൊഡക്റ്റ് ബൈ ദ മോളാർ മാസ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് ഓഫ് ദി ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. എങ്ങനെ ആറ്റം എക്കണോമി കാണുന്നത്, മോളാർ മാസ്, നമുക്ക് കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റിന്റെ മോളാർ മാസ് കാണുക. അതിനെന്ത് ചെയ്യുക, ടോട്ടൽ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ്റം എക്കണോമിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇതാണ് പ്രൊപ്പീനെ H2 റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാകണം, പ്രൊപ്പൈൻ ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ ആറ്റം എക്കണോമി, ഈ ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്, പ്രൊപ്പൈൻ ആണ്. നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് താഴെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ സാധനമാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് റിയാക്ടന്റ് എന്ന് ചിന്തിച്ചാൽ മതി. ഇതാണ് പ്രൊപ്പൈൻ ആണ് നമുക്ക് ഉണ്ടാവേണ്ട ഡിസൈർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് ഓഫ് ദി ആറ്റം എക്കണോമി നമുക്ക് കാണണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, മോളാർ മാസ് കാണണം. പ്രൊപ്പൈന്റെ മോളാർ മാസ് എന്തായിരിക്കും, വാട്ട് ഈസ് ദ പ്രൊപ്പൈന്റെ മോളാർ മാസ് എന്തായിരിക്കും?
പ്രൊപ്പൈന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 44 അതാണ് നമ്മളെ മോളാർ മാസ് ഓഫ് ദി പ്രൊപ്പൈന്. മോളാർ മാസ് ഓഫ് പ്രൊപ്പൈന് ഇതാണ് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബൈ ദ മോളാർ മാസ് ഓഫ് പ്രൊപ്പീൻ പ്ലസ് H2 ഇത് രണ്ടും കൂടി കൂട്ടിയത്. അപ്പോ പ്രൊപ്പീന്റെയും H2വിന്റെയും മോളാർ മാസ് നമുക്ക് കൂട്ടുമ്പോൾ 44 കിട്ടുന്നത്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് ഓഫ് ദി ആറ്റം എക്കണോമി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100% ആണ് ഇതിന്റെ ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു വേസ്റ്റ് മെറ്റീരിയലേ വരുന്നില്ല, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. ഈ റിയാക്ടൻസ് മൊത്തം എന്തായി മാറുന്നുണ്ട്? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിന്റെ മോളാർ മാസ് കാണാൻ അറിയാലോ, 12 ഇൻറ്റു 3 ചെയ്യുക, കാർബൺ ചെയ്യുമ്പോൾ 36 കിട്ടും. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 ഹൈഡ്രജൻ കിട്ടുമ്പോൾ 42 കിട്ടി. പ്ലസ് 42ലോട്ട് ഒരു ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ കൂട്ടി 2 കൂട്ടുമ്പോൾ നമുക്ക് 44 കിട്ടും മോളാർ മാസ് എന്ന് പറയുന്നത്. പ്രൊപ്പൈൻ്റെ ഇതുപോലെ തന്നെ 12 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടി. പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്. പ്ലസ് 8 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44 കിട്ടും. അപ്പൊ ഡിസൈഡ് ആയിട്ടുള്ള ഡിസൈഡ് പ്രൊഡക്റ്റിന്റെ എന്ത് കിട്ടി? മോളാർ മാസും കിട്ടി, നമ്മളെ റിയാക്ടൻസിന്റെ മോളാർ മാസും കിട്ടി, രണ്ട് പ്രൊഡക്റ്റിന്റെയും കൂടി മോളാർ മാസ് കിട്ടി. ഈ രണ്ട് മോളാർ മാസ് ഡിവൈഡഡ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആറ്റം എക്കണോമി കിട്ടും. ഇതാണ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഗ്രീൻ സോൾവെന്റ് എന്ന് പറയുന്നത്. ഗ്രീൻ സോൾവെന്റുകൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് വായിച്ചു പോവാ. ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഗ്രീൻ സോൾവെന്റ് ഏതല്ല അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് അണ്ടർസ്റ്റാൻഡ്, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാന്നുള്ളതാണ് ഇത് ചെയ്യാള്. ഒന്നാമത്തെ പറഞ്ഞാൽ പോളി എത്തിലീൻ ഗ്ലൈക്കോള് വെരി ഇമ്പോർട്ടന്റ് ആണ്. പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ചോദിച്ചിട്ടുണ്ട്. അതൊരു ഗ്രീൻ സോൾവെന്റ് ആണ്. DES DMC ഡൈമീഥൈൽ കാർബണേറ്റ് ആട്ടത് കാർബണേറ്റ്, പ്രൊപ്പിലീൻ കാർബണേറ്റ്, പിന്നെ മെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഥൈൽ ടെട്രാഹൈഡ്രോഫുറാന്, തെർപ്പീന് കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ DMC ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് PGക്ക് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തെർപ്പീന്. വാട്ടർ ഒരു ഗ്രീൻ സോൾവെന്റ് ആണ്, ആസ് വി നോ ദാറ്റ്. സൂപ്പർ ക്രിട്ടിക്കൽ CO2 അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രീൻ സോൾവെന്റ് എല്ലാം വിചാരിക്കും, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഗ്രീൻ സോൾവെന്റ് ആണ്. സൂപ്പർ ക്രിട്ടിക്കൽ CO2 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ സോൾവെന്റ് ആണ്. പോളിമറിക് ആയിട്ടുള്ള സോൾവെന്റ് എന്താണ്? ഗ്രീൻ സോൾവെന്റ് ആണ്. അയോണിക് ലിക്വിഡ്സ് ഓൾറെഡി അറിയാം. അയോണിക് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ റിയേജൻസ് എന്നുള്ള ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട അയോണിക് ലിക്വിഡ്സ്. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ ഇനി നെക്സ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എടുക്കുക. അപ്പോൾ ആ എടുക്കുമ്പോൾ നമുക്ക് ഈ അയോണിക് ലിക്വിഡ്സിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറയാം. ഈ DMC ഈ മെത്തഫിനെ കുറിച്ചൊക്കെ നമുക്ക് അപ്പോൾ കൂടുതലായിട്ട് പറയാം. ഈ ഡി ലെമണിൻ ഇതെന്താണ്? നാച്ചുറൽ പ്രൊഡക്റ്റിലെ ഒരു റിയേജന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഡി ലിമിനൻ എന്ന് പറയുന്നത് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ സോൾവെന്റ് ആണ്. ഇപ്പൊ ഏതൊക്കെ? പോളി എത്തിലീൻ ഗ്ലൈക്കോള്, DES DMC, പ്രൊപ്പിലീൻ കാർബണേറ്റ്, മെത്തഫ്, തെർപ്പിൻ, വാട്ടർ, സൂപ്പർ ക്രിട്ടിക്കൽ CO2, പോളിമറിക് സോൾവെന്റ്, അയോണിക് ലിക്വിഡ്സ്, ഡി ലിമണിൻ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി, കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ആവശ്യം ഇതൊന്നുമില്ല. ഇനി ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ദ ഗ്രീൻ സോൾവെന്റ്? ഗ്രീൻ സോൾവെന്റ് അല്ലാത്ത ഏതാണ് ഇതിൽ കാണുന്നത്? നമുക്ക് സൂപ്പർ ക്രിട്ടിക്കൽ CO2 എന്താണ്? ഗ്രീൻ സോൾവെന്റ് ആണ്. അപ്പൊ ഇതെന്തായാലും അല്ല, ഇതെന്തായാലും നമ്മളെ ആൻസർ അല്ല, ഇതെന്തായാലും നമ്മളെ ആൻസർ അല്ല. പിന്നെ പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ പറഞ്ഞ ഇത് ലാക്ടേറ്റ് കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണ്? COH വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതും എന്തല്ല? ഇതും ഗ്രീൻ സോൾവെന്റ് ആണ്, ഇതും ഗ്രീൻ സോൾവെന്റ് ആണ്, ഇതും ഗ്രീൻ സോൾവെന്റ് ആണ്. ലിക്വിഡ് അമോണിയ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്? ഒരു ഗ്രീൻ സോൾവെന്റ് ആവില്ല. അമോണിയ ഹൈലി ഹസാർഡ്നെസ് ആണ്. അമോണിയ നമുക്ക് നാച്ചുറലി നല്ലതല്ല. ലിക്വിഡ് അമോണിയ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. പക്ഷെ സൂപ്പർ ക്രിട്ടിക്കൽ CO2 കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. അതിനാണ് ഈ സൂപ്പർ ക്രിട്ടിക്കൽ CO2 അവർ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ സോൾവെന്റ് ഒക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ ലിക്വിഡ് അമോണിയാണ് ഇതിൽ എന്തല്ലാത്ത? ഗ്രീൻ സോൾവെന്റ് അല്ലാത്ത. ഇത് ജാനുവരി ഞാൻ ഇത് എക്സാമിന് ചോദിച്ച സെറ്റിൻ്റെതാണ്, 2025 ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ ആറ്റം എക്കണോമി ഓഫ് കമ്പഷൻ ഓഫ് ദി മീഥെയിൻ ഇഫ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് ഈസ് CO2? അപ്പൊ ആദ്യം മീഥെയിൻ ഗ്യാസിന്റെ കമ്പഷൻ അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പഷൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്? ഓറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. മീഥെയിന് ഓറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് തന്നെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന, ഒന്ന് വാട്ടർ എന്നുള്ള പ്രൊഡക്റ്റ്,
രണ്ടാമത് CO2. ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ രണ്ടായിട്ട് മാറും, ഇവിടെ രണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഇതൊക്കെ ഓൾറെഡി അറിയാലോ. അപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞത്? ഡിസൈർഡ് പ്രൊഡക്റ്റ് CO2 എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഡിസൈർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്? CO2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ H2O നോക്കുന്നു വേണ്ട, നമുക്ക് അവര് എന്ത്, ഇഫ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് CO2 എന്ന് പറഞ്ഞാൽ നമ്മൾ H2O അവിടെ നോക്കരുത്. അണ്ടർസ്റ്റാൻഡ്? അവര് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, വരട്ട് വെക്കുക. ഡിസൈർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CO2 ആണ്. അപ്പൊ നമ്മൾ H2O, അത് നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇവർ കൺസിഡർ ചെയ്ത് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. അപ്പൊ H2O നമ്മൾ വിടണം. കമ്പഷൻ ഓഫ് ദി മീഥേൻ ആറ്റം എക്കണോമിക് ആണ്. പിന്നെ ഡിസൈർഡ് പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ CO2ന്റെ മോളാർ മാസ് എന്താണ്? 44. ഇതാണ് ഡിസൈർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഡിസൈർഡ് പ്രൊഡക്റ്റ് CO2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസൈർഡ് പ്രൊഡക്റ്റ് CO2ന്റെ മോളാർ മാസ് എത്ര? 44. CH4 കാർബൺ 12 പ്ലസ് 4 എത്ര? 16 പ്ലസ് O2. ഒരു O2ന്റെ എന്ന് പറഞ്ഞാല് 32ആണ്. 32 പ്ലസ് 32 എന്നാൽ 64. 64 കൂട്ടുമ്പോ എത്രയാണ്? 10 കിട്ടും. 80 കിട്ടും. 44/80 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് ആണ്? 55%. ചെയ്ത് നോക്കട്ടോ, 55%. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താ? 55%. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്നത്, 1-2 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പോൾ ആറ്റം എക്കണോമി ഓഫ് ദി കമ്പഷൻ ഓഫ് ദി മീഥേൻ ചോദിച്ച് ഇതിന്റെ ഡിസൈർഡ് പ്രൊഡക്റ്റ് CO2 എന്ന് തന്നു. അപ്പൊ CO2ന്റെ മോളാർ മാസ് നമുക്കറിയാം 44. ഈ രണ്ട് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റ് നമ്മൾ കൂട്ടുക, CH4ന്റെയും O2ന്റെയും കൂട്ടി കഴിഞ്ഞാൽ 80 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 55 കിട്ടും. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ.